വെളിപ്പെടുവാൻ, വലിയ വിടുതൽ ഞങ്ങൾ വെളിപ്പെടുവാൻ, വലിയ ശക്തി ഞങ്ങൾ അനുഭവിച്ചറിവാൻ, ദൈവനാമം ഞങ്ങൾക്കൂടെ മഹത്വമെടുക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ഞങ്ങളുടെ സങ്കീർത്തന, സാക്ഷി, ഞങ്ങളുടെ തിരുവചന ചിന്തകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിൻ്റെ നാമം ഞങ്ങൾക്കൂടെ മഹത്വമെടുക്കുവാൻ പ്രിയ പിതാവേ, ഇന്ന് പകൽവേള അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുമേലും ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടുകയാക്കണം. ഞങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാനിറവിൽ പാടുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിലയേറിയ മേശയും ഞങ്ങളുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് കൂടുതൽ പങ്കാരായി തീർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മേശയിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണം. ഞങ്ങൾ കുറ്റത്തിനും ശിക്ഷാവധിക്കും കാരണമാക്കി തീർക്കാതെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. ദൈവകൃപ ഞങ്ങളിൽ പകരും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനകളെ യാചന കേട്ടനായി സ്തോത്രം. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യാത്രകളിലൊക്കെ കൂടുന്നല്ലോ. കടന്നിലുള്ള പ്രിയപ്പെട്ട എത്രയും വേഗം കൂട്ടി വരുത്തണമേ. ആരും വലസരായിരിക്കാൻ അനുവദിക്കല്ലേ. ദൈവമേ, എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാവിലാരപ്പെടയാക്കണം. വഴിമധ്യയായിരിക്കുന്നത് സൂക്ഷിക്കണം. വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പാട്ടിൽ പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനംതോറും അതിരാവിലെ എന്നുള്ള പാട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനംതോറും അതിരാവിലെ. തരികനദ പുതിയ വരം അരുളുകരാവിരുന്നേഴകൾക്ക്. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനംതോറും അതിരാവിലെ. തരികനദ പുതിയ വരം അരുളുകരാവിരുന്നേഴകൾക്ക്. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾക്ക് കീഴുക, ഏഴകളാം ഞങ്ങൾക്ക് കീഴുക. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾക്ക് കീഴുക, ഏഴകളാം ഞങ്ങൾക്ക് കീഴുക. മഗ്ദൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു. മഗ്ദൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു. ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾക്ക് കീഴുക, ഏഴകളാം ഞങ്ങൾക്ക് കീഴുക. നേരസ്വര പരമസുത അതിരാവിലെ ഞങ്ങൾ കരുണമേ.
പരമസുത അതിരാവിലെ ഞങ്ങൾ കരുണമേ. കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക. മകൾമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങെ തേടി വന്നു. മകൾമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങെ തേടി വന്നു. ഈ ദിനത്തിൽ ഏഴെയ്താ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഈ ദിനത്തിൽ ഏഴെയ്താ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക. നേര്യസ്വര പരമസുത അതിരാവിലെ ഞങ്ങൾ കരുണമേ. നേര്യസ്വര പരമസുത അതിരാവിലെ ഞങ്ങൾ കരുണമേ. കുരിശെടുത്തു ഗുരുവാരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. കുരിശെടുത്തു ഗുരുവാരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. കാരികനാഥ പുതിയ വരം അരുളുക രാവിലെ നേടകൾക്ക്. കാരികനാഥ പുതിയ വരം അരുളുക രാവിലെ നേടകൾക്ക്. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക, ഏഴകളാം ഞങ്ങൾ കേടുക. ദൈവ
പ്രാർത്ഥനയ്ക്കായി വീണ്ടും നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാം. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ നിമിഷം വരെ ദൈവത്തെ പാടി മുഖത്തപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ സമയം നമുക്ക് അവസരം നൽകിയല്ലോ. തുടർന്നുള്ള ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, ദൈവകൃപ നാം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. വിശുദ്ധ സഭായകമായി രാവിലെ സമയം ദൈവപാദപീഠത്തിൽ നാം കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ, വലിയ അനുഗ്രഹമായി നന്മയായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരേണ്ടതിനായി ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്നുള്ള ആ നിമിഷങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വിലയേറിയ മേശ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് ഇതിൽ പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി, ദൈവകൃപ നമ്മിൽ പകർന്നമ്മെ മാനിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദിവസാനം ദൈവത്തിൻ്റെ കൃപ നാം അനുഭവിച്ചു കൊണ്ടായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഭരിച്ച് നിയന്ത്രിക്കേണ്ടതിനായി സന്നിധാനബോധത്തോടെ ഏകാഗ്രതയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന സുശീല അനുഗ്രഹത്തിന് വേണ്ടി സഹോദരന്മാരുടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. हालेलुया. स्तोत्र. धन्यवाद करते हैं प्यारे पिता परमेश्वर, आपके हुजूरी में रहने के लिए खुदा आपने हमारे जीवन में जो अवसर दिया है वो याद करके हम धन्यवाद और शुक्र करते हैं प्रभु। हालेलुया। प्यारे पिता परमेश्वर, हालेलुया, हालेलुया। आज की संगति को हम आपके हाथ में सौंपते प्रभु। हालेलुया। प्रभु इसे आप अनुग्रह करना, आशीष करना। हालेलुया। यहाँ पर मौजूद सारे भाई और बहनों को आपके हाथ में सौंपते, सभी को आप अनुग्रह करना, सभी को आप आशीष करना। हालेलुया, हालेलुया। प्यारे पिता परमेश्वर, यदि कोई बीमार से है तो प्रभु हालेलुया पूरी रीति से चंगाई के साथ वापस लौटने के लिए प्रभु आप आशीष करना। हालेलुया। यदि प्रभु हालेलुया कोई तकलीफ और वेदना के साथ आए हैं तो प्रभु हालेलुया उन्हें पूरी रीति से छुटकारा के साथ लौटने के लिए प्रभु आप काबिल करना प्रभु। हालेलुया। प्यारे पिता परमेश्वर, हम अपने आप को भी आपके हाथ में सौंपते हैं। हालेलुया। प्यारे पिता परमेश्वर, परमेश्वर के दास को भी आपके हाथ में सौंपते हैं। हालेलुया। प्यारे पिता परमेश्वर, उनके होठों से जो हालेलुया जो वचन आज हमको बताने वाले हैं प्रभु हालेलुया, उसके द्वारा प्रभु हमें आशीष और अनुग्रह होने के लिए हम प्रार्थना करते हैं प्रभु। हालेलुया। प्यारे पिता परमेश्वर, पवित्र आत्मा के द्वारा आज हमसे बात करना प्रभु। हालेलुया। प्रभु हालेलुया आप में मगन होने के लिए प्रभु आप हमें सहायता करना। हालेलुया। आराधना और स्तुति करने के लिए प्रभु आप हमें सहायता करना प्रभु। हालेलुया। अच्छे अच्छे गवाही को सुनकर हालेलुया हमारे आत्मिक जीवन को बढ़ाने के लिए प्रभु आप हमें सहायता करना प्रभु। हालेलुया। प्यारे पिता परमेश्वर, हर एक विषयों को आपके हाथ में सौंपते हैं प्रभु, बोझ को भी आपके हाथ में सौंपते हैं। हालेलुया। प्यारे पिता परमेश्वर, हालेलुया अयोग्यता से नहीं बल्कि प्रभु योग्यता के साथ हालेलुया उसमें हाथ बढ़ाने के लिए प्रभु आप हमें काबिल करना प्रभु। हालेलुया। प्यारे पिता परमेश्वर, हम में से कोई लोग हालेलुया बीमार, कोई भी लोग हालेलुया मुर्दा नहीं होने के लिए हम प्रार्थना करते प्रभु। हालेलुया। हर एक सेवकाई को प्रभु हालेलुया आशीष करते हुए हम प्रार्थना करते प्रभु। हालेलुया। प्यारे पिता परमेश्वर, हालेलुया हम अपने आप को भी आपके हाथ में सौंपते हैं। हमारी कोई निर्बलता, हमारी कोई कमियां प्रभु हालेलुया दूसरों की आशीष की हालेलुया रुकावट नहीं होने के लिए हम प्रार्थना करते हैं प्रभु। हालेलुया। सारे विषयों को आपके हाथों में सौंपते हैं, सभी को आपके हाथों में सौंपते हैं। हर एक चीजों पे आप कब्जा करने के लिए हम प्रार्थना करते हैं। हालेलुया। पवित्र आत्मा के द्वारा हर एक चीजों में भरने के लिए हम प्रार्थना करते हैं। हालेलुया। सारे आदर में प्रभु हम आपको देते हैं, यीशु मसीह के मधुर नाम में सुन और ग्रहण कर पिता। ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 130 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താം. 130 സങ്കീർത്തനം. Psalm number 130.
ഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നതിനേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അടുത്ത വാക്കിൽ ചേർന്ന് പാടാം. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളൊക്കെയും വീണ്ടെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കാതെ, നമ്മുടെ പാപങ്ങളെ ഓർമ്മ വയ്ക്കാതെ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഓർമ്മ വയ്ക്കാതെ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമ്മെ സഹായിച്ചു. ദൈവസന്നിധാനത്തിൽ നിന്ന് പകൽവേളയിലും കടന്നു വരുവാൻ കർത്താവ് നമ്മെ ശക്തീകരിച്ചു. നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. കഴിഞ്ഞ നാളിൽ ചെയ്ത നന്മകളെല്ലാം ഓർത്ത് നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകട്ടെ. ഇന്ന് പകൽവേള ഹല്ലേലൂയ ദൈവത്തിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നന്മകൾ ചെയ്ത, വിടുതലുകൾ നൽകിയ, അനുഗ്രഹങ്ങൾ പകർന്ന നമ്മുടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് വീണ്ടും പാടി കർത്താവിനെ മുഖത്തുപെടുത്താം. ഒരു ഇംഗ്ലീഷ് ഗാനത്തിന് ചില ചരണങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. We have come into his house and gathered in his name to worship him എന്നുള്ള ആ ഇംഗ്ലീഷ് ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മുഖത്തുപെടുത്താം. We have come into this house and gathered in his name to worship him. We have come into his house and gathered in his name to worship him. We have come into his house and gathered in his name and worship Christ the Lord. Worship him, Jesus Christ the Lord. Worship him, Jesus Christ the Lord. He is all my righteousness. I stand complete in him and worship him. He is all my righteousness. I stand complete in him and worship him. He is all my righteousness. Hallelujah. I stand complete in him and worship Christ the Lord. Worship him, Jesus Christ the Lord. Worship him, Jesus Christ the Lord. So let's lift up holy hand and magnify his name and worship him. So let's lift up holy hand and magnify his name and worship him. So let's lift up holy hand and magnify his name and worship Christ the Lord.
സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് സന്നിധിയിൽ മോഹമോടിന്ന് നമ്മെ സർവം മറന്ന് സന്നിധി കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർക്കുന്നു ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ പകൽ വേള നമ്മെ തന്നെ മറന്ന് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ സർവം മറന്ന് ദൈവസന്നിധാനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ തന്നെ കാഴ്ചയായി ദൈവത്തിന് സമർപ്പിപ്പാൻ ഇന്ന് രാവിലെ സമയം നമുക്ക് ഇടയായി തീരട്ടെ. സ്തോത്രം സ്തോത്രം. ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. നമുക്കൊരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി പാടി നമ്മുടെ കർത്താവിനെ ഈ രാവിലെ സമയം നമുക്ക് ആരാധിപ്പാണ്ടയാകട്ടെ. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. എന്നാശ്വാസവും എന്നെ ആനന്ദവും ഈ അവനിയിൽ നീ മാത്രമേ. എന്നാശ്വാസവും എന്റെ ആനന്ദവും ഈ അവനിയിൽ നീ മാത്രമേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പാപത്തിനാഴത്തിൽ ഞാൻ വലഞ്ഞപ്പോൾ ദൈവം വഴികളെ അറിയാതലഞ്ഞപ്പോൾ. പാപത്തിനാഴത്തിൽ ഞാൻ വലഞ്ഞപ്പോൾ ദൈവം വഴികളെ അറിയാതലഞ്ഞപ്പോൾ. നിൻ സ്നേഹമേന്നെയും തേടി വന്നു രക്ഷദാനമെനിക്കേകിയതാൽ. നിൻ സ്നേഹമെന്നെയും തേടി വന്നു രക്ഷദാനമെനിക്കേകിയതാൽ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ.
ജീവിക്കട്ടെ, എന്നിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. എന്നിലെ വിധ ഭാരങ്ങളും എന്റെ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. എന്നിലെ വിധ ഭാരങ്ങളും എന്റെ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. നീക്കുക പ്രിയരെ നിന്റെ ആത്മശക്തിയാലെന്നോട്ടം ഞാൻ ഓടിടുവാൻ. നീക്കുക പ്രിയരെ നിന്റെ ആത്മശക്തിയാലെന്നോട്ടം ഞാൻ ഓടിടുവാൻ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി നിൻ ഗീതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി നിൻ ഗീതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. അറിയായ്മയുടെ കാലങ്ങളാൽ കണ്ണിൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. അറിയായ്മയുടെ കാലങ്ങളാൽ കണ്ണിൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. എന്നിലെ വിധ ഭാരങ്ങളും എന്മേൽ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. ഓ എന്നിലെ വിധ ഭാരങ്ങളും എന്റെ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. ആത്മശക്തിയാലെന്നോട്ടം ഞാൻ ഓടിടുവാൻ. നീക്കുകൾ പ്രിയരെ നിന്റെ ആത്മശക്തിയാലെന്നോട്ടം ഞാൻ ഓടിടുവാൻ. പരിശുദ്ധരെ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണ്ണമായി എന്നെ സമ്പൂർണ്ണമായി ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ. മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ. മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. എന്നാശ്വാസവും എന്റെ ആനന്ദവും നീ അവനിൽ നീ മാത്രമേ. എന്നാശ്വാസവും എന്റെ ആനന്ദവും നീ അവനിൽ നീ മാത്രമേ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ വിളി കേട്ടു വരുന്നു ഞാൻ. സമർപ്പിക്കുന്നേ. പരിശുദ്ധരെ നിൻ പാദപീഠത്തിൽ
Hallelujah, hallelujah. Glory to God, Jesus. പ്രിയപിതാവേ, നിങ്ങളുടെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കും. നിങ്ങളുടെ സന്നിധാനം ഞങ്ങളായിരിക്കുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതാകിയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ സന്നിധാനത്തിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും കർത്താവേ, ഏകാഗ്രതയോടും ഭയഭക്തിയോടും ആയിരിപ്പാത്തക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തും. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ശക്തീകരിച്ചനായി സ്തോത്രം. ചേർന്ന് പാടിയെങ്കിൽ ആരാധിപ്പാൻ ദൈവങ്ങളെ സഹായിച്ചനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പഠനമേ കർത്താവേ, ആവശ്യമായ ദൈവാലോചനകൾ കേൾപ്പിക്കണം. ഇളവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു, ശക്തീകരിക്കും. പ്രാർത്ഥന കിട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയിൽ ഈ പ്രഭാതത്തിൽ മുഖത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് വീണ്ടും നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ശിഷ്യാൽ ദൈവസഭയുടെ എൽഡേഴ്സായ പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടൊക്കെ ആയിരിക്കാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ അനുഭവിച്ചറിവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. ഇന്ന് പകൽവേളയിലും കർത്താവിൻ്റെ സന്നിധാനത്തിൽ സഭായോഗമായി ഒരുമിച്ച് കൂടി വന്ന്
ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേള നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നമ്മെ പൂർണ്ണമായി നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് രാവിലെ സമയം നാം കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവം നമ്മെ ശോധന ചെയ്തറിയുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ സമയം നമ്മെ ദൈവം ഒന്ന് പരിശോധിക്കുമ്പോൾ, ശോധന ചെയ്യുമ്പോൾ, ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നത് തടസ്സമായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന്, നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി കർത്താവിൻ്റെ മേശയിലും പ്രാഗൽഭ്യത്തോടുകൂടെ പങ്കുകാരായി തീരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാലപ്പെടുത്തി നമുക്കായിരിക്കാമല്ലോ. 130 സങ്കീർത്തനമാണ് നാം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നത്. ഇത് ഒരാരോഹണ ഗീതമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിപ്പാൻ ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലേക്ക് കടന്നു പോകാറുണ്ട്. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദൈവത്തെ പാടി മുഖത്തുപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സങ്കീർത്തനമാണ് ഈ 130 സങ്കീർത്തനം. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ് യെരുശലേം നഗരം എന്നുള്ളത്. അതിൻ്റെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന പട്ടണത്തിലേക്ക്, ആ സ്ഥലത്തേക്ക് മലകൾ കയറി പോകുമ്പോൾ ആയാസരഹിതമായുള്ള യാത്രയും ദൈവത്തെ മുഖത്തുപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയും അവർ ചെയ്യുമ്പോൾ ഈ ആരോഹണ ഗീതം എന്ന പേരിൽ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ അവർ പാടിക്കൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ യെരുശലേമിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനമാണ് 130 സങ്കീർത്തനം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗം, ജനം ഏറ്റുപാടിക്കൊണ്ട് പോകുന്ന ഭാഗം ഇതാണ്: യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ദൈവത്തോട് നിലവിളിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് അഭയാചന കഴിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറഞ്ഞ തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ പറഞ്ഞു, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ആഴത്തിൽ നിന്ന് ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൻ്റെ നടുവിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ നിന്ന് എനിക്കൊരു ഉദ്ധാരണം ഉണ്ടാകണം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഞാനായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന്, ആ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ടാകണം, എനിക്കൊരു ഉദ്ധാരണം ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ദൈവസന്നിധാനത്തിൽ ദൈവിക വിടുതൽ ആഗ്രഹിക്കാത്ത ഒറ്റ വ്യക്തി പോലുമില്ല. ദൈവം എന്നെ വിടുവിക്കണമെന്ന് ചോദിച്ചാൽ പറയാത്ത ഒറ്റ വ്യക്തി പോലും കാണില്ല. നമുക്കാർക്കും ആഗ്രഹമില്ല അനുഗ്രഹം പ്രാപിക്കാതിരിക്കണമെന്ന്. പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് നാം സാധാരണയായി ചെയ്യാറുള്ളത് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക, നിലവിളിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ ആഴത്തിൽ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ നിന്ന് കുഴിയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം ഇത് പാടുവാനുണ്ടായ സാഹചര്യം. ഞാൻ ഈ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്ന് എനിക്കൊരു ഉദ്ധാരണം, ഒരു രക്ഷപ്പെടലിന് വേണ്ടി, ഒന്ന് കരേറി വരുവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നു. സ്തോത്രം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തെന്ന് കേൾക്കത്തക്കവണ്ണം നിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. സങ്കീർത്തനം, മറ്റൊരു സങ്കീർത്തനം വായിക്കുന്ന ഇങ്ങനെയാണല്ലോ: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അപ്പോൾ ഞാനായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന്, ആ സാഹചര്യത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അവിടുത്തെ ചെവി എൻ്റെ ശബ്ദത്തിന്
തിരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം നമ്മായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോടൊപ്പം ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ് നമ്മുടെ ദൈവം. തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം പഠിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി ഒത്തിരി സന്ദർഭങ്ങൾ, ചരിത്രങ്ങൾ, സംഭവങ്ങൾ തിരുവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അനുഭവങ്ങൾ, തൻ്റെ ഭക്തന്മാരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ രക്ഷിച്ച വിധങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതവേളയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദിവസത്തിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിപ്പാൻ, നിങ്ങളെ വിടുവിപ്പാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ഇതുപോലൊരു ദൈവം വേറെ ആരുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ അവരുടെ ദൈവികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ ആരാധന മൂർത്തികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി അവരുടെ ദൈവത്തോട് അവർ നിലവിളിക്കുക. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം. സ്തോത്രം. ഇനി എങ്ങനെയായിരിക്കണം ഞാനായിരിക്കേണ്ടത് എന്നുള്ളത് സങ്കീർത്തനം കടവർപ്പനം ശ്രദ്ധിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആര് നിലനിൽക്കും? ദൈവസന്നിധാനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുന്ന ജനം ചോദിക്കും, കർത്താവേ, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോവുകയാണ്. സ്തോത്രം. യാഗം അർപ്പിക്കാൻ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ യാഗം അർപ്പിക്കാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യങ്ങൾ നീ ഓർമ്മ വെച്ചാൽ എനിക്ക് നിൻ്റെ സന്നിധി നിൽക്കാൻ കഴിയുമോ? സ്തോത്രം. എനിക്ക് നിൻ്റെ സന്നിധി നിൽക്കാൻ കഴിയില്ല. ഇവിടെ കടന്നു ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം അടുത്ത വാക്യത്തിൽ സംഗീതകാരൻ പറയുന്ന മറ്റു ഭാഗങ്ങൾ, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. നീ വിടുവിക്കുന്ന ദൈവമാണ്. നീ ഭയപ്പെടുന്നവരെ നീ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. യഹോവയെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? നമ്മുടെ കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങൾ നമ്മളോട് സ്തോത്രം കണക്കിട്ടിരുന്നെങ്കിൽ, നമുക്കെത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽവേള കഴിയുമായിരുന്നു? അത്രമാത്രം അനവധിയായ അകൃത്യങ്ങൾ, അനവധിയായ തെറ്റുകുറ്റങ്ങൾ, അനവധിയായ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അത് ദൈവം കണക്കിടാതെ ദൈവം നമ്മെ സ്നേഹിച്ചു. സംഗീതക്കാരൻ മറ്റൊരു ഭാഗത്ത് ദാവീദ് പറഞ്ഞ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന ഭാഗ്യവാൻ. അപ്പം നമ്മളുടെ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ കണക്കിട്ടില്ല. നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം? നമ്മുടെ അകൃത്യം നമ്മോട് എന്ത് ചെയ്തില്ല? കണക്കിട്ടില്ല. സ്തോത്രം. ദൈവം നമ്മുടെ അകൃത്യം നമ്മോട് കണക്കിടാതിരിക്കുന്ന, അല്ലെങ്കിൽ കണക്കിടാതിരുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കപടമില്ലാതെ ജീവിപ്പാൻ നമ്മൾ ഒരുക്കപ്പെട്ടവരായിരിക്കണം. നമുക്കെത്ര പേർക്ക് കപടരഹിതമായൊരു ജീവിതം, മറയില്ലാത്തൊരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ട്? ദൈവസന്നിധാനത്തിൽ കപടമില്ലാതെ, മറയില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് എത്ര പേർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. എന്ന് പറഞ്ഞാൽ പലതും നമുക്ക് മറച്ചു വയ്ക്കാനുണ്ട്. പക്ഷെ ദൈവസന്നിധി അതൊന്നും മറവല്ല. ദൈവത്തിൻ്റെ സന്നിധി ഒന്നും മറവല്ല. അവൻ്റെ സന്നിധി മുഴുവൻ ദൈവം നോക്കുമ്പോൾ നമ്മൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും, എത്ര ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും, ദൈവത്തിൻ്റെ മുമ്പിൽ അതെല്ലാം നഗ്നവും മലർന്നതുമെന്ന പോലെ ഇരിക്കുന്നു. അവന് മറഞ്ഞിരിക്കുന്നു, ഒന്നുമില്ലെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ഒളിച്ചു വെക്കാനുള്ളത്? മറയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം, കപടരഹിതമായൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ
കർത്താവെ ആർ നിലനിൽക്കുക? ആർക്കും നിലനിൽക്കാൻ കഴിയില്ല ദൈവത്തിന് മുമ്പിൽ. നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഓർമ്മ വെച്ചിരുന്നെങ്കിൽ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഓർമ്മ വെച്ചിരുന്നെങ്കിൽ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യത ഉണ്ടാകുമായിരുന്നു? നമുക്ക് എത്ര പേർക്ക് യോഗ്യത ഉണ്ടാകുമായിരുന്നു? പക്ഷെ അതൊന്നും ദൈവം ഓർമ്മ വെച്ചില്ല. സ്തോത്രം. പിന്നെ പറയാൻ ശ്രദ്ധിക്കണേ, എങ്കിലും നിന്നെ ഭയപ്പെടാൻ നിന്റെ പക്കൽ വിമോചനമുണ്ട്. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടാൻ തക്കവണ്ണം ദൈവത്തിൽ എന്തുണ്ട്? ഒരു വിടുതലുണ്ടെന്ന്. നമ്മെ വിടുവിക്കുന്ന ദൈവമാണെന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അകൃത്യം ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിച്ചതാ. നമ്മുടെ അകൃത്യം കണക്കിടാതെ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ നമ്മെ ദൈവം സ്നേഹിച്ചു. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും കണക്കിട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ കാണുകയില്ല. മീൻസ് ഒരുപക്ഷെ ജീവനോടെ തന്നെ ഈ ഭൂമിയിൽ കാണുമായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം നമ്മെ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി, തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധി എന്തുണ്ടെന്ന്? വിമോചനമുണ്ട്, ഒരു വിടുതലുണ്ട്. സ്തോത്രം. വേഗത്തിലെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ. സ്തോത്രം. എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലാണ്. എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിലാണ്. എന്താ പ്രത്യാശ? സ്തോത്രം. എനിക്കൊരു വിടുതലുണ്ട്, എനിക്കൊരു ഉദ്ധാരണമുണ്ട്, എനിക്ക് ഹല്ലേലൂയ ഒരു വിമോചനമുണ്ട്. സ്തോത്രം. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അകൃത്യങ്ങളും തെറ്റുകളും ആണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എങ്കിലും എനിക്ക് നിൻ്റെ വചനത്തിൽ ഒരു പ്രത്യാശയുണ്ട്. എന്താ? നിൻ്റെ പക്കൽ വിമോചനമുണ്ടെന്നുള്ളത്. സ്തോത്രം. ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ കാത്തിരിപ്പിനെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നു. ഇനി അവസാനത്തെ വാക്യങ്ങൾ പറയുന്നത്, ഇസ്രായേലേ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്, കൃപയുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവം ക്ഷമയുള്ളവനാണ്, നമ്മുടെ ദൈവം കൃപയുള്ളവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളൊക്കെയും നമ്മുടെ അകൃത്യങ്ങൾ നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മുടെ വീഴ്ചകൾ നമ്മെ ഉദ്ധരിക്കുന്ന, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മോട് ക്ഷമിക്കുന്ന സ്തോത്രം ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ഈ രാവിലെ സമയം ദൈവം നമുക്ക് തുറന്നുള്ള ദിനങ്ങളിൽ നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ രാവിലെ സമയം അതിനെ നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്ന് സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കാം, വേഗത്തിൽ സമയത്ത് വിനിയോഗിക്കാം. കുഞ്ഞുങ്ങൾ പ്രാരംഭമായി എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കും. Our children will come forward for Bible recitation. Jeremiah Jason will lead the session. Come. Praise the Lord. Nehemiah 8 verses 10. Do not grieve, for the joy of the Lord is your strength. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപാദപീഠത്തിൽ ഈ രാവിലെ സമയം കടന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരം നൽകി. ദൈവം അവരെ ശക്തീകരിച്ചു, ദൈവം ബലപ്പെടുത്തി. തുടർന്ന് ദൈവകൃപ അവരുടെ മേൽ പകരേണ്ടതിനായി നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവകൃപയിൽ, അനുസരണത്തിൽ, ദൈവഭക്തിയിൽ അവർ വളർന്നു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ കർത്താവ് അവരെ സഹായിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ വെക്കേഷനുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ. പലരും നാട്ടിൽ കടന്നുപോയിരിക്കും, നാട്ടിലായിരിക്കുന്നവർ, യാത്രയിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം. അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കൂടുതൽ സഹായിക്കണം, വളർച്ചയിൽ കൂട്ടിരിക്കേണ്ടതിന്
അവരുടെ ഭാവി അനുഗ്രഹമാക്കി തീർക്കണം. പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി ദൈവകൃപയിൽ അവരെല്ലാം നിലനിർത്തേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിനായി ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവരെ ദൈവം പിന്നെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഈ രാവിലെ സമയം കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം സാവകാശം ഒരുക്കി കൊടുത്തല്ലോ. കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഇന്ന് പകൽവേള അവർ കടന്നു വന്ന് തിരുവചനം പ്രസ്താവിച്ചത് നിമിത്തം കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെടയാക്കണമേ. അത് നിമിത്തം അവരുടെ ബുദ്ധി, അവരുടെ ഓർമ്മശക്തി, അവരുടെ ജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മാതൃകയുള്ളവരായി, ദൈവഭയമുള്ളവരായി, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഓരോ ദിവസവും കൃപയിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഈ ദിവസങ്ങൾ വെക്കേഷണൽ ബന്ധത്തിലായിരിക്കുമ്പോൾ പ്രത്യേകം ദൈവം അവരെ സൂക്ഷിക്കണമേ. യാതൊരുവിധ ദോഷങ്ങളോ പ്രയാസം ഉണ്ടാകാതെ ദൈവം അവരെ പരിപാലിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ഷൗട്ട് ഹല്ലേലൂയ. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യം നിൽപ്പാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ബെൻസ് ചേച്ചിയോടും ആദർശ് ചേട്ടായോടും ജാനിസിനോടും ജെനിഫയോടും മാതാവിനോടും എൻ്റെ മകൾ ഹെലനോടും ഒപ്പം ഇവിടെ ഒരു സാക്ഷ്യം നിൽപ്പാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചാലേ ഇവിടെ കടന്നു വരുമെന്ന് ഹെലൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ചേട്ടായി അത് സാധിച്ചു തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യുദ്ധത്തിൻ്റെയും മറ്റു കാരണങ്ങൾ കൊണ്ട് വരുന്നില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തുവെങ്കിലും എല്ലാം തക്ക സമയത്ത് ദൈവം ചന്തോചിതമായി ചെയ്തു തന്നു. ഞങ്ങൾക്കിവിടെ 2 ആഴ്ചത്തോളം ഇവിടെ ആയിരിപ്പോടെയൊക്കെ എല്ലാ നന്മകൾക്കും എല്ലാ ദാനങ്ങൾക്കും ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിപ്പോടെയൊക്കെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മീറ്റിങ്ങിലൊക്കെ കടന്നു വരുവാൻ ഇടയായി. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവവിധമെങ്കിൽ നാളെ ഞങ്ങൾ മടങ്ങി പോവുകയാണ്. പ്രത്യേക കുഞ്ഞിൻ്റെ സ്കൂളൊക്കെ 3-ാം തീയതി തുടങ്ങുകയാണ്. അവിടെ വിദ്യാഭ്യാസവും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂടി ഇരിക്കേണ്ടതിനും ദൈവകൃപയെ വളർന്നു വരുവാനും ദൈവാഗ്രഹപ്രകാരം ഞങ്ങളും ആയിത്തീരുവാൻ മക്കളുടെ പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുന്നു. പ്രത്യേക ജോവാനും അടുത്ത മമ്മിയും പപ്പയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവമായ കർത്താവിടെ അതിനായ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. എൻ്റെ പേര് ഷിബിൻ എന്നാണ്. ഞാൻ മുമ്പ് 1-2 ആഴ്ച ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇതുപോലെ ആരാധനയ്ക്ക് കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശരീരത്തിൽ അല്പമായ ബുദ്ധിമുട്ടുകൾ കടന്നു വരാനിടയായി. ഒരു സർജറിക്കൊക്കെ വിധേയനാകുവാനിടയായി തീർന്നു. ദേവദാസനും കുടുംബവും കടന്നു വന്ന് അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബലം പകരുവാനൊക്കെ ഇടയായി. സഭയിലും അടിയന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. ഈ സാഹചര്യത്തിൽ അടിയൻ എല്ലാ ദൈവമക്കളോടും ദേവദാസനോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടിയങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവക്ഷേമത്തോടെ കാത്തു പരിപാലിക്കേണ്ടത് എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ. ਹਾਲੇਲੂਇਆ। ਸਾਰੀ ਕਲੀਸਿਆ ਨੂੰ ਮੇਰੀ ਵੱਲੋਂ ਜੈ ਮਸੀਹ ਦੀ। ਮੇਰਾ ਨਾਮ ਬਲਵੀਰ ਚੰਦ ਹੈ। ਮੈਂ ਇੰਡੀਆ ਪੰਜਾਬ ਤੋਂ ਹਾਂ। ਮੈਂ 2003 ਵਿੱਚ ਮਸਕਟ ਵਿੱਚ ਆਇਆ ਸੀ। ਹੁਣ 2026 ਹੋ ਚੱਲਿਆ ਔਰ ਮੇਰਾ ਰਿਜ਼ਾਈਨ ਲੈਟਰ ਹੋ ਗਿਆ ਔਰ ਮੈਂ ਕੈਂਸਲ ਜਾ ਰਿਹਾ ਹਾਂ। ਔਰ 15-16 ਸਾਲ ਮੈਂ AOPI ਚਰਚ ਦਾ ਨਾਲ ਜੁੜਿਆ ਰਿਹਾ ਹਾਂ। ਔਰ ਮੇਰੀ ਬੇਨਤੀ ਹੈ ਕਿ ਸਾਰੀ ਕਲੀਸਿਆ ਮੇਰੇ ਲਈ ਔਰ ਮੇਰੇ ਪਰਿਵਾਰ ਵਾਸਤੇ ਦੁਆ ਕਰੇ ਔਰ ਮੇਰੇ ਬੱਚੇ ਦੇ ਵਾਸਤੇ ਵੀ ਦੁਆ ਕਰੇ ਜਿਸ ਨੂੰ ਥੈਲੋਸੀਮੀਆ
ਔਰ ਬਲੱਡ ਦੀ ਲੋੜ ਪੈਂਦੀ ਰਹਿੰਦੀ ਹੈ। ਉਸਨੂੰ ਹਰ 20 ਦਿਨ ਬਾਅਦ ਉਹਨੂੰ ਬਲੱਡ ਦੀ ਜ਼ਰੂਰਤ ਪੈਂਦੀ ਆ। ਔਰ ਮੇਰੇ ਬੱਚੇ ਕੇ ਲਈ ਜ਼ਰੂਰ, ਬੱਚੇ ਨੂੰ ਜ਼ਰੂਰ ਪ੍ਰੇਅਰ ਵਿੱਚ ਯਾਦ ਰੱਖੀਏ। ਮੈਂ ਸਾਰੀ ਕਲੀਸਿਆ ਦਾ ਧੰਨਵਾਦ ਕਰਦਾ ਜੋ ਇੰਨੇ ਸਾਲ ਮੇਲ ਜੋਲ ਰੱਖਿਆ ਔਰ ਮਿਲ ਕੇ ਇਬਾਦਤ ਕਰਦੇ ਰਹੇ ਹਾਂ। ਔਰ ਹਿੰਦੀ ਮੀਡੀਅਮ ਵਿੱਚ ਮੈਂ ਜਾਂਦਾ ਹਾਂ ਔਰ ਹਿੰਦੀ ਮੀਡੀਅਮ ਅੱਜ ਲਾਸਟ ਦਿਨ ਹੋਏਗਾ ਮੇਰਾ। ਆਮੀਨ। ਔਰ 4 ਤਰੀਕ ਨੂੰ ਮੈਂ ਜਾ ਰਿਹਾ। ਆਮੀਨ। Praise the Lord. I'm Jeremiah James Abraham. God is good to me and kept me safe and sound for the past 1 year that I was in Manipal. And now that I've completed my first year, I'm here for my summer break. He kept me safe and sound throughout the travels, which was 3 days back. And I thank everyone who has kept me in their prayers, and I request everyone to keep continuing keeping me in my prayers, in your prayers. ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടു. നമ്മുടെ പ്രിയ സഹോദരൻ ആദർശിൻ്റെ അനുജത്തിയും മാതാവും ആയിട്ടൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ദിവസങ്ങൾ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവരുടെ മടക്കയാത്ര ദൈവം കൂടുതൽ സഹായിക്കേണ്ടതിന് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ട, അവരുടെ എല്ലാ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതിനായി യാത്രയിൽ യാതൊരു പ്രയാസവും ഭാരം ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ഷിബിൻ സാക്ഷ്യം പറഞ്ഞത് കേട്ടല്ലോ. ദൈവം പ്രിയ സഹോദരൻ കുടുംബമായി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു സർജറിയിലൂടെ താൻ കടന്നുപോയി. നാം ഓർത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽവേള ആരോഗ്യത്തോടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് അവസരം ഒരുക്കി. ദൈവം തുടർന്നും സഹായിക്കേണ്ട, കുടുംബമായി അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹിന്ദി സർവീസിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനാണ് സാക്ഷ്യം പറഞ്ഞത്. കഴിഞ്ഞ ചില വർഷങ്ങൾ ഈ രാജ്യത്ത് ജോലിയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. തനിക്ക് അടുത്ത ദിവസങ്ങൾ തിരികെ നാട്ടിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താൻ ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മുഖത്തപ്പെടുത്തുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയല്ലോ. അതിൻ്റെ നന്മ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചറിവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ നാട്ടിൽ കടന്നു ചെല്ലുമ്പോഴും അവിടെയും കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. പ്രിയ പൈതൽ ജെറമിയ ജെയിംസും കടന്നു വരുന്നുണ്ടായി. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽ വേള ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രിയ പൈതലിനെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും. ഇവിടെ ആയിരിക്കുന്ന ദിവസങ്ങൾ ദൈവം അവനെ സൂക്ഷിക്കേണ്ടതിനായി, അവൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നാട്ടിലേക്ക് കടന്നു പോകുന്നു. അവരുടെ യാത്രകളൊക്കെ കൂടുതൽ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവർ ശാരീരികമായി ക്ലേശത്തിൽ കൂടെ, ഭാരത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവരെല്ലാം സഹായിക്കേണ്ടതിനായി, വിടുവിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും സഭ ആയിരിക്കുന്നല്ലോ. ദൈവം അവരെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കേണ്ടതിനായി, ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസഭ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ മുന്നേറുവാടയാകേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുന്ന കർത്താവേ, ഒരു ആരാധനയുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് ദൈവസ്ഥാനിൽ കടന്നു വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അവിടുന്ന് അവസരം നൽകിയതിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിനങ്ങളും ഓരോരുത്തരും ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടി ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായ സ്തോത്രം. ഈ രാവിലെ സമയം ദൈവസ്ഥാനിൽ കടന്നു വന്ന് നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ അവിടെ നൽകിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. നല്ല സങ്കീർത്തനങ്ങൾ നൽകി തന്നതിനായി സ്തോത്രം. കർത്താവേ, യഹോവയെ ആഴത്തിൽ ഞങ്ങൾ നിന്നോട് നിലവിളിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറികടക്കാത്തവനായി ഞങ്ങളോട് കൂടി ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ദൈവസേനയിൽ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ഒന്നുകൂടെ കണ്ട് ഉണർന്നുകൊണ്ട് കർത്താവ് നിഷ്കളങ്കരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാവിലെ സമയം ദിവസത്തിൽ കർത്താവെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളെയും
ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാദർശൻ്റെ അനിത്യക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ചില ദിവസങ്ങൾ ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൂടി സഹായിച്ചനായ സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ കർത്താവെ അവർ കടന്നു പോകുന്നു. ദൈവസ്ഥാനത്തും കൂടെ ഇരിക്കണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അവരോട് കൂടി ഇരുന്ന് വഴിയെ എടുത്തു മാറണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യത്തിന്മേലും ദൈവം കൂടി ഇരുന്ന് സഹായിക്കുമാറണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷ കർത്താവെ ഷിബിനാൻ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസം കഴിഞ്ഞ ദിവസം കർത്താവെ അല്പം ശരീരക്ലേശത്തിൽ കടന്നുപോയെങ്കിലും കർത്താവിനെയാണ് ഇപ്പോഴത്തെ മുമ്പിച്ച് അവിടുന്ന് സൗഖ്യമാക്കി. ഈ പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളെ മഹത്വപ്പെടുത്തുവാൻ കുട്ടി വരുത്തിയ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ആ പ്രിയ കുടുംബത്തെ ഞങ്ങൾ സഭയായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ കർത്താവെ സാക്ഷ്യം പറഞ്ഞ ഹിന്ദി സഹോദരനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചില വർഷങ്ങൾ ഈ രാജ്യത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ജോലിയിന് ആവശ്യമായ ആരോഗ്യബലം കൊടുത്തല്ലോ കർത്താവെ. അടുത്ത ദിവസങ്ങൾ കർത്താവെ താൻ ഇവിടുത്തെ ജോലിയിൽ പൂർത്തിയാക്കി കടന്നു പോകുന്നല്ലോ കർത്താവെ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറകണമേ കർത്താവെ. ആക്കുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപ അങ്ങയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെട്ട് ജീവിപ്പാൻ കർത്താവെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ ദാസൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് വഴിയെടുത്ത് മാറകണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷ പ്രിയ പൈതൽ ജനമേകം കഴിഞ്ഞ ദിവസം കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വെക്കേഷനോട് ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ മതവതക്കളോടും സഭയോടൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൈതലോടുന്ന് സഹായിക്കുമാറാണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാട്ടിൽ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയെല്ലാം ദൈവം പരിപാലിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ കടന്നു പോയിരിക്കുന്നവരെ ഓർക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാവരെയും അവിടുന്ന് പരിപാലിക്കുമാറാണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശരീരക്ലേശത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങേ കഴിയാതൊരു കാര്യമില്ലല്ലോ കർത്താവെ. അങ്ങയുടെ അടിപ്പിണരുകൾ ആ സൗഖ്യം അതിനടുത്ത വചനത്തിൽ വായിക്കുന്ന പ്രകാരം എല്ലാ രോഗികളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അതിശയകരമായ കരം തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കുമാറാണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പൽക്കാലം ദൈവസ്ഥാനിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ഉള്ളങ്ങളെ അറിയുന്നവനായ കർത്താവ്, അവരുടെ വേദനകളെ അറിയുന്നവനായ കർത്താവ്, കർത്താവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൗൺസിലിനെ ഓർക്കുന്നു കർത്താവെ, എല്ലാ ആവശ്യത്തിന്മേലും ദൈവം പ്രവർത്തിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപത്തിൻ്റെ ആശ്രമയിൽ അവിടുന്ന് ചൊരിയുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ നീ സഹായിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശ ഞങ്ങളുടെ ബന്ധത്തിലുണ്ടല്ലോ കർത്താവ്, വിശുദ്ധിയോടെ ഭാവമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ഞങ്ങളുടെ സഭായോഗം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സകല വിഷയം ദൈവകരങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ പ്രിയ സഹോദരൻ ആദർശൻ്റെ അനുജത്തി, പ്രിയ സഹോദരിയുടെ അനുജത്തി മാതാവുമായി കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരമൊരുക്കി. ദിവസങ്ങൾ നമ്മോടൊപ്പം ആയിരുന്നത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ദിവസം അവരുടെ യാത്ര ദൈവം സഫലമാക്കി തീർക്കട്ടെ. ക്ഷേമത്തോടെ ഭവനത്തിൽ ദൈവം കൊണ്ടെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ സഹോദരൻ ഷിബിൻ ചില ആഴ്ചകളായി നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പണ്ടയായി. കഴിഞ്ഞ ദിവസം താനൊരു മൈനർ സർജറിയിൽ കൂടെ കടന്നുപോയി. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ക്ഷേമത്തോടെ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം കൊടുത്തു. നമുക്ക് ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി. പിന്നെ ദൈവം സഹായിക്കട്ടെ, കുടുംബമായി അവരെ ഈ ദേശത്ത് നിലനിർത്തി അവരെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽ ജെറമിക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. പ്രതിയാൽ നമ്മുടെ പ്രിയ സഹോദരനോട് ഒരുമിച്ച് ഹിന്ദി സർവീസിൽ കൊടുത്ത പ്രിയ സഹോദരനോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഈ രാവിലെ സമയം നമുക്ക് അവസരം ലഭിച്ചല്ലോ. പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ നമ്മുടെ ചിന്തയുടെ തിരുവചന ഭാഗത്തിലേക്ക് തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു വാക്യമാണ്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് തൻ്റെ അടുക്കൽ കൂടിയ ജനത്തോട് പ്രാർത്ഥിക്കുവാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥന എന്നുള്ളത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക, അവരെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് ഈ 6-ാം അധ്യായത്തിൽ നിന്ന് 5-6 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം
കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലയിൽ ഉള്ളതായ പ്രസംഗത്തെക്കുറിച്ച് ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം തുടങ്ങി ഇങ്ങനെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാം, കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ താൻ മലമുകൾ പ്രസംഗത്തിൽ താൻ വിവരിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ളത് ഈ മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലെ ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ചില കാര്യങ്ങൾ അതിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ജനത്തെ ഉപദേശിക്കുമ്പോൾ അക്കാലത്തെ മതനേതാക്കളും പരീശന്മാരും പ്രധാനികളൊക്കെ അവർ ഈ മതപരമായ കാര്യങ്ങളിൽ അനുഷ്ഠിക്കുന്നതിൽ വളരെ ഉത്സുകരായിരുന്നു. എന്നാൽ അവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവർ കാണേണ്ടതിന്, മറ്റുള്ളവർ അവരാരാണെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ആണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവർ എല്ലാം നിയമപ്രകാരം വചനപ്രകാരം ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ കാണെ അവർ ചെയ്യും. ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണെ കൊടുക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കാണെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരെ പുകഴ്ത്തേണ്ടതിന്, ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുക എന്നുള്ളതിനേക്കാൾ കാണുന്നവർ അറിയുന്നവർ അവരെ പുകഴ്ത്തേണ്ടതിന് വേണ്ടി ന്യായപ്രമാണം അനുസരിക്കുന്ന അത് പ്രവർത്തിക്കുന്നതായ അനുഭവങ്ങളായിരുന്നു ഈ യഹൂദ മതാനുസാരികളായിട്ടുള്ള അന്നത്തെ ജനത്തിൻ്റെ താല്പര്യം, അല്ല അവരുടെ ഇടയിൽ നടന്നു വന്നിരുന്നൊരു സംഗതി. അങ്ങനെയുള്ള ആ ജനത്തോട് കർത്താവായ യേശുക്രിസ്തു അവരെ ഉപദേശിക്കൽ അവരോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. അപ്പം ഭക്തിയുണ്ട്, കപടഭക്തിയുണ്ട്. കപടഭക്തിക്കാരെ പോലെ കള്ളത്തരത്തിൽ കൂടെ അല്ലെങ്കിൽ ഭക്തിക്ക് വിരുദ്ധമായിട്ട് മറ്റുള്ളവർ ഭക്തിക്ക് എങ്ങനെ ദോഷമായി തീരുമോ ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ, അങ്ങനെ ഉള്ളവരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കപടഭക്തിക്കാരെ പോലെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന. മറ്റുള്ളവർ മുമ്പിൽ നിങ്ങൾ വിളങ്ങേണ്ടതിനാകരുത് നിങ്ങളുടെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ ഉപവസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായി ഉന്നത നിലയിൽ നിൽക്കുന്ന ആളാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയോ ആകരുത് നമ്മുടെ ആത്മീയ ജീവിതം എന്നാണ് കർത്താവ് അവരെ ഉപദേശിച്ചത്. അവരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടത്, മറ്റുള്ളവർ മുമ്പിൽ ഒന്ന് തിളങ്ങേണ്ടതിന് അവർ അങ്ങനെ ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നു? അങ്ങനെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ. പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അവർ ഇഷ്ടപ്പെടുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് എവിടാ? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഇനി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാം. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുന്നില്ല. പാസ്റ്റർ പറഞ്ഞില്ല രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, അതുകൊണ്ട് പരസ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് അങ്ങനെ ചിന്തിക്കരുത്. അതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്ന് മറ്റുള്ളവർ കാണാൻ അറിയണമെന്നുള്ള ചിന്താഗതിയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സഭ ഒരുമിച്ച് കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് കൃപ ലഭിച്ചവരൊക്കെ പ്രാർത്ഥിക്കട്ടെ പാസ്റ്റേ, അല്ലേ? നമുക്കെന്താ കൃപ? നമ്മുടെ കൃപ എവിടെ പോയി? നമ്മുടെ കൃപ എവിടെ പോയി? നമുക്ക് കൃപ ലഭിച്ചില്ലേ? വാക്ചാതുര്യത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ നമുക്കറിയില്ലായിരിക്കാം. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ഒരു പക്ഷേ നമുക്ക് ഇല്ലായിരിക്കാം. പക്ഷെ അതല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ ദൈവം നോക്കുന്ന അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല. കടിച്ചാൽ പൊട്ടാത്ത പദപ്രയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും. അതുകൊണ്ട് ദൈവം കേൾക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയരുത്. ദൈവം നമുക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ചെയ്തോണം. അത് ഒരുപക്ഷെ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചെങ്കിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഉത്തേജനം നൽകുന്നതാണെങ്കിൽ അത് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, വാക്ചാതുര്യത്തോടു കൂടെ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നവർ 2 വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിലുള്ള നിഷ്കളങ്കത്വവും അതിലുള്ള സത്യസന്ധതയും സ്തോത്രം ദൈവം അറിയുന്നു. അതറിഞ്ഞിട്ട് ഒരുപക്ഷെ അവരുടെ ആ പ്രാർത്ഥനയും അവരുടെ നിഷ്കളങ്കത്വവും കണ്ടിട്ട് അവരുടെ പ്രാർത്ഥനയിൽ കൂടെ ഒരുപക്ഷെ ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്ന് വരാം. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉത്തേജനമായി ഒരു ആശ്വാസമായി തീർന്നെന്ന് വരാം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന എന്തിനു പരസ്യമായിട്ട്? മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്കൊരു ആശ്വാസം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചാ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി വാക്ചാതുര്യത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ അതിനുള്ള കഴിവില്ലെങ്കിൽ പോലും ഇന്ന് ഭാഷ അറിയാത്തവരോ നല്ല ഭാഷ ശുദ്ധമായ ഭാഷയിൽ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും അറിയാത്തവരായിട്ടൊന്നും ആരുമില്ല. കാലം മാറി. പണ്ടത്തെ കാലത്തേക്കാൾ ഇന്ന് നമുക്കൊക്കെ വിദ്യാഭ്യാസം ലഭിച്ചു, മാന്യമായി. അതിൻ്റെതായ ജ്ഞാനവും ഒക്കെ ലഭിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിജ്ഞാനത്തോടും പ്രാർത്ഥിക്കണം. ജ്ഞാനവും ഉണ്ട്, പരിജ്ഞാനവും ഉണ്ട്. ഉൽപ്പത്തി കയറി വെളിപ്പാടി പോയി അവസാനിക്കരുത് പൊതുവിൽ പ്രാർത്ഥിക്കുമ്പോൾ. അതാണ് പരിജ്ഞാനം. അത് പ്രാർത്ഥിക്കുന്നത് തനിയിരുന്ന് പ്രാർത്ഥിച്ചോണം. അപ്പോൾ പരിജ്ഞാനത്തോടെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധിയോടെ പ്രാർത്ഥിക്കേണ്ടത് ബുദ്ധിയോടെ പ്രാർത്ഥിച്ചോണം. ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടവ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കരുത്.
പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിച്ച് ഞാൻ ആരോ ആണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നെന്ന കർത്താവ് പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തൊരു പ്രാർത്ഥനയാണെന്നാ പറഞ്ഞേ? ആരുടെ പ്രാർത്ഥനയാണെന്നാ പറഞ്ഞേ? കപടഭക്തിക്കാരുടെ പ്രാർത്ഥനയാണെന്ന്. കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അടുത്തത്, അവർക്ക് പ്രതിഫലം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എവിടെ പ്രതിഫലം കിട്ടി? ഇങ്ങനെ തെരുക്കോണിലും പള്ളികളിലും വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, മാറ്റമില്ല. എങ്ങനെ പ്രതിഫലം കിട്ടി? മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിച്ചതോടുകൂടെ മറ്റുള്ളവർ അംഗീകരിച്ചു എന്നുള്ള ചിന്ത വരുന്നതോടുകൂടെ പ്രാർത്ഥനയ്ക്ക് ആ വിഷയത്തിന് മറുപടി കിട്ടിയെന്നല്ല, മറ്റുള്ളവർ അംഗീകരിച്ചത് കൊണ്ട് അവർക്ക് പ്രതിഫലം കിട്ടി. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ അവന് കഴിവുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് കഴിവുണ്ട്, അവൾ നന്നായി പ്രാർത്ഥിച്ചു, ആ കിട്ടി. ഇനി എന്താ വേറെ പ്രതിഫലം എന്താ കിട്ടാൻ? അവരുടെ ആഗ്രഹം എന്തായിരുന്നു? അത് തന്നെ ആയിരുന്നു, അതവർക്ക് കിട്ടി. അതാ കർത്താവ് പറയുന്നത്. പക്ഷേ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കണം? അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ, അവിടെ രഹസ്യത്തിലുള്ള പിതാവെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നിന്റെ അടുക്കൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് രഹസ്യമായി നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിനക്ക് മറുപടി തരുമെന്ന്. ഒളിച്ചിരിക്കുന്ന ദൈവമെന്നല്ല, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. നീ അതിന് എന്താ ചെയ്യേണ്ടത്? അറയിൽ കടന്ന് വാതിലടയ്ക്കണം. അറയിൽ കടന്ന് വാതിലടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അല്പസമയത്തേക്കൊന്ന് മാറ്റിവെക്കണം. ഈ ലോകത്തിൻ്റെ ശബ്ദമല്ല നിൻ്റെ കാതുകളിൽ കേൾക്കേണ്ടത്. ഈ ലോകത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതുകളിൽ കേട്ടാൽ ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതിലെത്തത്തില്ല. സ്തോത്രം. ലോകത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതിലെത്തിയാൽ ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതിലെത്തുവാൻ തക്കവണ്ണം അത് തടസ്സമായി തീരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ലോകമായിട്ടുള്ള ബന്ധം അല്പസമയത്തേക്കൊന്ന് മാറ്റിവെക്കണം. അല്ലെങ്കിൽ നീ അറയിലേക്കൊന്ന് കടക്കണം. നീ രഹസ്യമായി ദൈവത്തിനടുക്കിലേക്കൊന്ന് ചെല്ലണം. ആ രഹസ്യമായി നിന്റെ ദൈവത്തിനടുക്കിലേക്കൊന്ന് ചെന്ന് കഴിയുമ്പോൾ ആ രഹസ്യത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്ന, അല്ലെങ്കിൽ മറ്റാരും കാണാതെ എന്ന് പറഞ്ഞാൽ ഒളിച്ചു വരുന്നതല്ല, അല്ലെങ്കിൽ മറ്റാരും അറിയാത്ത, മറ്റാരും മനസ്സിലാക്കാത്ത, മറ്റാരും ഗ്രഹിച്ചിട്ടില്ലാത്ത, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിന്റെ രഹസ്യ വിഷയങ്ങളുമേ ദൈവം ഇറങ്ങി വന്ന് നിനക്ക് മറുപടി തരുമെന്ന്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? നമ്മുടെ ചില വിഷയങ്ങളുടെ മധ്യത്തില, അല്ലേ? ആരും അറിയരുത്, ആരും കേൾക്കരുത്, ആരും കാണരുത്, ആരും മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം രാവിലെ ഓർപ്പിക്കട്ടെ, അല്ലെങ്കിൽ ആരോടും പറയുവാൻ കഴിയാത്ത വിധത്തിൽ, ആരും പറഞ്ഞാലും അവർ മനസ്സിലാക്കാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി നിന്നെ അലട്ടുമ്പോൾ, നിന്റെ ഹൃദയം ഹല്ലേലൂയ വിങ്ങി പൊട്ടുമ്പോൾ, നിന്റെ ഹൃദയം തകർന്നു പോകുന്ന അനുഭവത്തിൽ നീ ആയിത്തീരുമ്പോൾ, മറ്റൊരാൾ മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റൊരാൾ അറിഞ്ഞില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് സ്തോത്രം. പലരോടും പറയാൻ മടിക്കുന്ന പല വിഷയങ്ങളുണ്ട്. പലരും അറിയരുത്, ആരും അറിയരുത് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതങ്ങനെ പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമില്ല. സ്തോത്രം. അത് നിന്റെ ദൈവം അറിയുന്നു. നീ കരയുന്നത് ദൈവം കാണുന്നു. മനുഷ്യന്റെ മുമ്പിൽ നീ കരഞ്ഞു കാണിക്കാനല്ല, സ്വർഗസ്ഥനായ രഹസ്യത്തിൽ കാണുന്ന
നിന്റെ പിതാവിന്റെ സന്നിധിയിൽ നീ കണ്ണീരൊഴുക്കാൻ, പിതാവിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയം തകരുവാൻ, അല്ല പിതാവിന്റെ സന്നിധി ഹൃദയം ഒന്ന് നുറങ്ങുവാൻ അല്ല നിനക്ക് കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന് മറുപടിയായി കാരണം അറിയാമോ? നിന്റെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വരും. സ്തോത്രം. രഹസ്യമായി ഹല്ലേലൂയ ഒരു കണ്ടുമുട്ടൽ ഇടം നീ ഒരുക്കി കൊടുത്താൽ, പരസ്യമായി ഇരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനേക്കാൾ രഹസ്യമായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരസ്യമായി ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതാ ഒരു കൂട്ടായ്മയിൽ നാം അനുഭവിക്കുന്ന സന്തോഷം. എന്നാൽ രഹസ്യമായി നാം ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവമായിട്ട് ബന്ധം പുലർത്തി ഹല്ലേലൂയ ദൈവ സന്നിധാനത്തിൽ കരയുവാനുള്ള അവസരമാണ് ഹല്ലേലൂയ രഹസ്യത്തിൽ നീ അറയിൽ കയറി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങൾ അതിനെ തയ്യാറാകാമോ? സ്തോത്രം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് സ്തോത്രം നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ലോകമായിട്ടുള്ള ബന്ധം അല്പസമയം ഒന്ന് വിടണം. പ്രാർത്ഥന ഒരു പ്രദർശനമല്ല. അതാണ് കർത്താവ് പറഞ്ഞത്. പ്രാർത്ഥന എന്തല്ല, അത് മുമ്പത്തെ വാക്യത്തിൽ അതാണല്ലോ പറഞ്ഞത്. കപടഭക്തിക്കാരെ പോലെ നീ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. നീ ഒന്നും അത് നിന്റെ പ്രാർത്ഥന ഒരു പ്രദർശനമാകരുത്. സ്തോത്രം. നിന്റെ പ്രാർത്ഥന നീയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം. സ്തോത്രം. ആരും എൻ്റെ വാക്ക് കേൾക്കാനില്ലല്ലോ, ആരും എൻ്റെ കണ്ണുനീർ കാണുന്നില്ലല്ലോ. ഈ ലോകത്തിൽ ആര് കണ്ണുനീർ കണ്ടാലും നിന്റെ വാക്ക് കേട്ടാലും അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. ഒന്നുകൂടെ നീ ഇടിഞ്ഞ് താഴത്തേ ഉള്ളൂ. ഒരുപക്ഷെ ലോകം അങ്ങനെയാ, നിന്നെ ഒന്നുകൂടി ഇടിച്ച് താഴ്ത്തത്തേ ഉള്ളൂ. പക്ഷെ നീ രഹസ്യത്തിൽ കരഞ്ഞാലുണ്ടല്ലോ, സ്തോത്രം, രഹസ്യത്തിൽ കരഞ്ഞാലുണ്ടല്ലോ, സ്തോത്രം, ദൈവം ഇടിച്ചു താഴ്ത്തുന്ന ദൈവമല്ല. സ്തോത്രം. നിന്റെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അത് പറയുന്നുണ്ട്. സംഗീതക്കാരൻ പറയുമ്പോൾ നിന്റെ പുസ്തകത്തിൽ അതില്ലയോ, എന്താ? കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? കണ്ണുനീർ നഷ്ടപ്പെട്ടു പോകില്ല എന്ന്. നീ രഹസ്യത്തിൽ ദൈവത്തോടെ നിലവിളിച്ചാൽ, നിന്റെ കണ്ണുനീർ ഒഴുക്കിയാൽ ആ കണ്ണുനീർ നഷ്ടപ്പെട്ടു പോകില്ല. സ്തോത്രം. അതൊരു തുരുത്തി വെച്ച് എടുത്ത് അതിനകത്ത് ഒഴിച്ചു വെക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയത് സ്തോത്രം. പക്ഷേ നിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന നിമിഷങ്ങളുണ്ടാകാം. ഒരുപക്ഷെ നിന്റെ കണ്ണുനീർ നിന്റെ ഹല്ലേലൂയ ആ ടവലിൽ നീ തുടച്ചെടുക്കുന്ന അവസരം ഉണ്ടാകാം. ടവലിൽ തുടച്ചെടുത്തത് കൊണ്ടോ, നിന്റെ കണ്ണുനീർ നിലത്ത് വീണ് ആ നിലം അത് വറ്റിച്ച് കളഞ്ഞത് കൊണ്ടോ, നിന്റെ ആ കണ്ണുനീർ നഷ്ടപ്പെട്ടു പോയത് നീ കരുതരുത്. നിലത്ത് വീണ കണ്ണുനീർ ആ നിലം വറ്റിച്ച് കളഞ്ഞാലും, നീ ഉപയോഗിച്ച ടവൽ നിന്റെ കണ്ണുനീർ ഒപ്പിയെടുത്തെന്ന് വന്നാലും അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ദൈവമാണെന്ന് അതിന് പ്രതിഫലം, അതിന് വിടുതൽ നൽകും, നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തും. ഹല്ലേലൂയ. അതാളെന്ന് ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടു പോകാതെ അത് ദൈവം അവഗണിച്ച് കളയുന്നെന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുനീർ ദൈവം അവഗണിച്ച് കളയുന്നില്ലെന്ന്, അതാ നിന്റെ തുരുത്തിയിലാക്കി വെക്കുമെന്ന് പറയുന്ന താല്പര്യം. നിന്റെ കണ്ണുനീർ അവൻ അവഗണിച്ച് കളയില്ല. നിന്റെ കണ്ണുനീർ നീ ഉപയോഗിച്ച് ടവൽ ഒപ്പിയെടുത്ത് കളയത്തില്ല, നഷ്ടപ്പെടുത്തി കളയില്ല. നീ കണ്ണുനീരൊഴിക്കത് ഒരു ടവൽ ഒപ്പിയെടുത്തത് മാറിപ്പോയെന്ന് കഴുകി കളഞ്ഞെന്ന് വന്നാലും അത് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ അപേക്ഷിക്കുക അത്രേ, പ്രാർത്ഥിക്കുക അത്രേ ചെയ്യേണ്ടത്. സ്തോത്രം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.
നമ്മുടെ പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലെ പ്രദർശനമല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയാണ് ദൈവം നോക്കുന്നത്. മാത്രമല്ല, ഈ രഹസ്യത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടൊന്ന് സംഗമിക്കുന്ന ഇടം കൂടാ. ദൈവമായിട്ടൊന്ന് സംഗമിക്കുന്ന, കൂട്ടിമുട്ടുന്ന സ്ഥലം. സ്തോത്രം. അങ്ങനെ ഒരു അവസരം നമുക്കൊന്ന് കിട്ടിയാൽ, ദൈവസന്നിധാനത്തിലൊന്ന് കരഞ്ഞു നോക്കിയേ. ദൈവം നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്ന ആ പ്രതീതി, ആ അനുഭവം നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം ഒരു സങ്കടമല്ല, നമ്മുടെ വേദന ഒരു വേദനയല്ല. സ്തോത്രം, അത് വേദന അല്ലാതായി മാറുകയാണ്. ഈ സങ്കടത്തിന് നമ്മളെ തകർത്ത് കളയാൻ കഴിയില്ല. ആരെങ്കിലും ഇന്ന് പകൽ വേളനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള സങ്കടത്തിൻ്റെ അനുഭവത്തിൽ കൂടെ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ, വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഒരുപക്ഷെ നിന്നെ കാണുന്നവർ അതും ഇതും ഒക്കെ പറഞ്ഞെന്ന് വരാം, അതും ഇതും ചോദിച്ചെന്ന് വരാം. സ്തോത്രം, മാനുഷിക. പക്ഷേ അതിനപ്പുറമായി നിന്റെ കണ്ണുനീർ കാണുന്ന മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പാകെ, മറ്റുള്ളവരുടെ സംസാരത്തിന് മുമ്പാകെ നിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോ, നിന്റെ ഹൃദയം തളർന്ന് ക്ഷീണിച്ചു പോകുമ്പോ, നീ തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല നിന്റെ ദൈവം. നിന്റെ ഹൃദയം തകർന്നു പോകുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ, നീ അധൈര്യപ്പെട്ടു പോകുവാൻ അനുവദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവം. അവൻ നമ്മെ ആക്ഷേപിക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ പരിഹസിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ആക്ഷേപിക്കും, പരിഹസിക്കും. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ അവർ നമ്മളെ ആക്ഷേപിക്കും, അവർ നമ്മെ പരിഹസിക്കും. പക്ഷെ നമ്മുടെ ദൈവം നമ്മെ പരിഹസിക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ ആക്ഷേപിച്ചു വിടുന്ന ദൈവമല്ല. ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ആയിത്തീരട്ടെ. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവമായിട്ടൊന്ന് സംഗമിക്കട്ടെ. സ്തോത്രം. അതിന് നാം ഒരുക്കമുണ്ടോ? വേഗത്തിൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. പ്രാർത്ഥന അപ്പോൾ തന്നെ അടുത്ത ഭാഗം പറയുക. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികൾ പോലെ ജൽപ്പനം ചെയ്യരുത്, അവരെ പോലെ പെറുപെറുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചിലർ വിചാരിക്കുന്ന ആവർത്തിച്ച് ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് മറുപടി കിട്ടുമെന്നാണോ? ജൽപ്പനം. സ്തോത്രം. ജൽപ്പനം ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത ഭാഗത്തിൽ അതിഭാഷണത്താൽ, അധികം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ, അധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഉത്തരം കിട്ടിപ്പോയി എന്നത്രേ അവരുടെ ചിന്താഗതി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരോട് തുല്യരാകരുത്. അവർ പ്രാർത്ഥിക്കുന്നത് പോലെ ആകരുത് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചിലർ ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ യാചിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് അറിയെങ്കിൽ പിന്നെ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവം അറിയുന്നില്ലെന്നല്ല, പക്ഷേ നമ്മുടെ ദൈവത്തെ ഉണർത്തിക്കുവാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ദൈവമായിട്ടൊന്ന് സംഗമിച്ച്, ദൈവമായിട്ടൊന്ന് അടുത്തിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു സ്നേഹിതന്മാർ തമ്മിൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സംസാരം. ഇങ്ങനെ ജൽപ്പനം ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? നമ്മളിങ്ങനെ അങ്ങ് ഈ പറയുന്ന പോലെ ആകാശവാണിയെ പോലെ അങ്ങോട്ട് പറയുന്ന മാത്രം കേട്ടോണ്ടിരിക്കുകയല്ലേ? ആകാശവാണിയിൽ കേൾക്കുന്ന തിരിച്ച് നമുക്ക് വല്ലതും ചോദിക്കാൻ നോക്കൂ? നമ്മൾ ഈ ആകാശവാണിയെ പോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്, മീൻസ് അങ്ങോട്ട് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല. പലപ്പോഴും ഇതുപോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ദൈവത്തിന് ഇടപെടാനുള്ള സമയം കൊടുക്കത്തില്ല. ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള സമയം, ഒന്ന് ഏകാഗ്രമായി ദൈവസ്ഥലം മൗനമായിട്ടൊന്ന് ഇരുന്ന് നോക്കേ.
അല്പനേരം ഒന്ന് ധ്യാനിച്ചിരുന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് നമുക്കൊന്നറിയാം, നിശ്ചയമായിട്ട് കേൾക്കാം. നമ്മൾ മാത്രം പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ല, ഇങ്ങനെ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കാനും കൂടെ ഒരുക്കപ്പെട്ട ധ്യാനത്തോടെ ദൈവസ്ഥലിൽ ഇരിക്കണം. അങ്ങോട്ട് പറയുന്ന മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാകരുത് നമ്മുടെ ദൈവം. അങ്ങനെ കണക്കാക്കരുത് നമ്മുടെ ദൈവത്തെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്തെന്ന് കേൾക്കാനുള്ള ഒരുക്കം കൂടെ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ കാതുകളെ ശുദ്ധീകരിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധാനത്തിൽ ഈ വിഷയം വെച്ചു. അങ്ങയ്ക്ക് എന്നോട് എന്താണ് സംസാരിപ്പാനുള്ളത്? അങ്ങയ്ക്ക് എന്നോട് എന്താണ് സംസാരിപ്പാനുള്ളത്? അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. സ്തോത്രം. ഇനി എങ്ങനെ പ്രാർത്ഥിക്കും? ശിഷ്യന്മാർ ചോദിച്ചു, പ്രാർത്ഥിക്കാനുള്ള ഒരു മാതൃക ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അത് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഒട്ടുമിക്ക പേർക്കും ആ ഭാഗം പ്രാർത്ഥന നമുക്ക് മനപ്പാടമാണ്. സ്തോത്രം. അത് അർത്ഥം മനസ്സിലാക്കി പറഞ്ഞില്ലെങ്കിലും ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലായ്പ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ഇല്ലേ? സ്തോത്രം. എന്താ അതിനകത്ത് എഴുതിയിരിക്കും നമുക്കറിയില്ല, പക്ഷേ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന എന്താണ്? ഒരു മാതൃക. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാതൃക പറഞ്ഞു കൊടുത്തു. ഞാൻ ആ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ സമയം രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, മനുഷ്യർ അറിയേണ്ടതിനല്ല, അവർ കേൾക്കേണ്ടതിനല്ല. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ ദൈവം കേൾക്കേണ്ടതിന്, നമ്മുടെ ദൈവം അറിയേണ്ടതിന് നമ്മുടെ പ്രാർത്ഥന അറയിൽ കടന്ന് വാതിലടച്ച് ഉള്ള പ്രാർത്ഥനയായി തീരട്ടെ. നമ്മുടെ ദൈവമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം, അഭേദ്യമായൊരു ബന്ധം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടെ നമുക്കൊന്ന് നേടിയെടുക്കാം. അതനുഭവിച്ചറിയാം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് ദൈവം നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായി, ദൈവം നമ്മെ കഴുകേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവങ്ങൾ ഇന്ന് രാത്രി വേള ഈ രാവിലെ സമയം നമുക്കൊന്ന് ഓർക്കുവാനിടയാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി നമ്മെ വീണ്ടെടുപ്പാനിടയായി. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ചു. അതെല്ലാം താൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിമേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എങ്ങനെ പാപത്തിന് സൗഖ്യം വന്നു, നമ്മുടെ രോഗത്തിന് സൗഖ്യം വന്നു, നമ്മുടെ ശരീരത്തിന് സൗഖ്യം വന്നു. സ്തോത്രം. അത് തൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപവും രോഗവും എല്ലാ ശാപവും എല്ലാം വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലേയും കയറി. ഗെത്സമന മുതൽ കാൽവരി കുന്നുവരെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളും പീഡകളും ഓർത്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. ദൈവസന്നിധാനം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. സ്തോത്രം. പ്രിയ സഹോദരന്മാർ, ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച്